എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 43 ശ്ലോകം 9, 10, 11, 12, 13, 14, 15, 16 8 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആ ആനയെ വാല് ചുറ്റി വലിച്ചെറിഞ്ഞു, വാലുമേല് പിടിച്ചിട്ട് അതിന് ശേഷം കുറച്ചു നേരം കൂടി ആ പശുക്കുട്ടിയോട് കളിക്കണ മാതിരി ആ ആനയുടെ കൂടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് ഭഗവാൻ. ഭഗവാന്റെ ആ വീര ശൂര പരാക്രമങ്ങള് ശരിക്കും അടുത്ത ശ്ലോകങ്ങളിലൊക്കെ പ്രകടമായിട്ട് കാണാം. അങ്ങനെ കുവലയാപീഠത്തിനെ ആ മതിച്ച ആനയെ വധിക്കണു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. കോമളം കൂജയൻ വേണും ശ്യാമളോയങ്കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്ലോകം 9. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സപര്യാവർത്തമാനേന സവ്യദക്ഷിണതോച്യുത ബഭ്രാമഭ്രാമ്യമാണേന ഗോവത്സേനേവ ബാലക. ഏതു കാലത്തും ഏതവസ്ഥയിലും നാശമില്ലാത്ത ബലപരാക്രമങ്ങളോടുകൂടിയ ശ്രീകൃഷ്ണ ഭഗവാൻ ആ മഹാഗജത്തിന്റെ വാലില് പിടിച്ചു വലിക്കുമ്പോ ശ്രീകൃഷ്ണനെ പിടിക്കാനായ ആന വലത്തോട്ട് തിരിക്കും. അപ്പൊ കൃഷ്ണൻ ഇടത്തോട്ട് പിടിച്ചു തിരിക്കും. ആന ഇടത്തോട്ട് തിരിയുമ്പോ വലത്തോട്ട് തിരിക്കും. അങ്ങനെ പശുക്കുട്ടിയുടെ വാല് പിടിച്ചു തിരിക്കുന്ന ഒരു കുട്ടി എന്ന പോലെ ഇടത്തോട്ടും വലത്തോട്ടും ഭ്രമിപ്പിക്കപ്പെടുന്ന ആനയോടുകൂടി കൃഷ്ണനും ഒപ്പം തിരിഞ്ഞ് ആനയുടെ അഹങ്കാരം നശിപ്പിക്കാനായി ഇങ്ങനെ വട്ടം ചുറ്റിച്ചതാ. വേണമെന്ന് വിചാരിച്ച് വട്ടം ചുറ്റിച്ചതാ, പെട്ടെന്ന് കൊല്ലാതെ ഭഗവാൻ. അഹങ്കാരികളായ ജനങ്ങള് ഭഗവത് ഭക്തി ഇല്ലാതെ ഈ പുത്രമിത്ര കളത്രാദി വിഷയങ്ങളിൽ എങ്ങനെ സുഖം സുഖത്തെ അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുമ്പോ അവയിൽ സുഖരൂപനായ തന്റെ സ്വരൂപം അവർക്ക് കാട്ടിക്കൊടുക്കാതെ അഹങ്കാരവും വിഷയാശയും നശിക്കുന്നത് വരെ അവരെ എങ്ങനെ ഓരോ വിഷയങ്ങളിൽ പരിഭ്രമിക്കുന്നത് പോലെ ഈ ഗജത്തിന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ ഇങ്ങനെ ചുറ്റിച്ചു എന്നൊക്കെ അതാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീ സുഖബ്രഹ്മർഷി അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ വിസ്തരിച്ച് നമുക്ക് പറഞ്ഞു തരണത്. തഥോഭിമുഖമഭ്യേത്യ പാണിനാഹത്യ വാരണം പ്രാദ്രവൻ പാതയാമാസ സ്പൃശ്യമാന പദേ പദേ. പിൻഭാഗത്ത് നിന്ന് വാല് പിടിച്ചു കളിക്കുന്ന ആ കളി ഉപേക്ഷിച്ചു. എന്നിട്ട് ആനയുടെ മുൻഭാഗത്ത് വന്ന് തന്റെ കൈ കൊണ്ട് അതിനെ അടിച്ചു, മസ്തകത്തിൽ നല്ല അടി കൊടുത്ത് അങ്ങനെ അല്പം മുമ്പോട്ട് അങ്ങനെ ചാടും. ഉടനെ ആന തുമ്പിക്കൈ നീട്ടി പിടിക്കാൻ ഭാവിക്കുമ്പോ കിട്ടിയില്ല എന്ന നിലയില് ദേഹത്തെ ഇങ്ങനെ തൊടാൻ സമ്മതിക്കും. ഇങ്ങനെ അടിതോറും തൊടാൻ സാധിക്കത്തക്ക വിധത്തില് അതിനെ ഓടിച്ചുകൊണ്ട് ക്രമത്തിൽ അങ്ങോട്ട് വീഴ്ത്തി. സധാവൻ ക്രീഡയാ ഭൂമൗ പതിത്വാ സഹസോദ്ധിത തം മത്വാ പതിതം ക്രുദ്ധോ ദന്താഭ്യാം സോഹനൽക്ഷിതിം. ഇപ്പൊ പിടികിട്ടുന്നു തോന്നാൻ തക്കവണ്ണം അങ്ങനെ ഓടണ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ വീണെന്ന് ആനയ്ക്ക് തോന്നിക്കാനായിട്ട് നിലത്ത് പതിഞ്ഞങ്ങനെ കിടന്നു ഭഗവാൻ. പിന്നെ അങ്ങനെ ആനയ്ക്ക് തോന്നണം, അയ്യോ വീണു. അപ്പൊ നിലത്തങ്ങോട്ട് പതിഞ്ഞു കിടന്നു. അപ്പൊ ആനയ്ക്ക് കാണാൻ സാധിക്കാത്ത വേഗത അപ്പൊ തന്നെ ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. പക്ഷെ ആന അതറിഞ്ഞില്ല. ക്രുദ്ധനായ ആന എന്തു ചെയ്തു? ശ്രീകൃഷ്ണൻ ഭൂമിയിൽ വീണു എന്നുള്ള വിചാരം കൊണ്ട് തന്റെ 2 കൊമ്പുകൾ കൊണ്ട് അതിക്രോധത്തോടു കൂടി അങ്ങോട്ടൊരു കുത്ത് കൊടുത്തു. ആ കുത്തുണ്ട് ഭഗവാന്റെ ശരീരത്തിൽ കൊള്ളില്ലല്ലോ. അപ്പൊ ഭൂമിയിൽ അങ്ങോട്ട് ആഴത്തിലങ്ങോട്ട് കൊമ്പെടുക്കാൻ പറ്റാത്ത വിധത്തിൽ അങ്ങോട്ട് നല്ലോണം ആഴത്തിലേക്ക് അങ്ങോട്ട് പതിഞ്ഞു. ഭഗവാനിൽ ഏൽപ്പിക്കാൻ വിചാരിച്ച ആ ദുഃഖം ആനയ്ക്ക് തന്നെ അനുഭവിക്കാൻ ഇടയായി. എല്ലാവരും ഒരുപോലെ ഈശ്വര സന്താനങ്ങളാണെന്നുള്ള വിവേകമില്ലാത്ത അഹങ്കാരികള്
അന്യനിൽ ഏൽപ്പിക്കുവാൻ വിചാരിച്ച് ചെയ്യുന്ന ദോഷപ്രവൃത്തികളുണ്ടല്ലോ, അത് അവരിൽ തന്നെ അവർക്ക് തന്നെ തിരിച്ചടി വരും എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അതാണ് ഭഗവാൻ ഈ ആനയെ കൂടെ പ്രത്യക്ഷമായിട്ട് കാട്ടിക്കൊടുക്കും, ലോകത്തിലെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. സ്വവിക്രമേ പ്രതിഹതേ കുഞ്ചരേന്ദ്രോ അത്യമർഷിത ചോദ്യമാനോ മഹാമാത്രൈ കൃഷ്ണമഭ്യദ്രവരുഷ. അങ്ങനെ ആ കുത്ത് ഭയങ്കര വേഗത്തില് ഊക്കോടെ കുത്തിയ ആ കുത്ത് ഭഗവാനിൽ ഏൽക്കാതെ തനിക്ക് തന്നെ ദുഃഖമായിട്ട് വന്നപ്പോ കൂടുതൽ ഇങ്ങോട്ട് കോപിച്ച ആന, പിന്നെയും ഇരുഭാഗത്ത് നിൽക്കുന്ന ആനക്കാർ, രണ്ട് സ്ഥലത്തും ആനക്കാർ നിൽക്കണ്ട ഈ മതിച്ച ആനയുടെ, അവരെല്ലാരും കൂടി പ്രേരിപ്പിച്ചു. കൊമ്പോണ്ട് കുത്തിയും അങ്ങനെയൊക്കെ അതിനെ തോട്ടി കൊണ്ട് വലിച്ചും പിന്നെയും ശ്രീകൃഷ്ണന്റെ നേരത്തേക്ക് തന്നെ അതിനെ വിടുകയാണ്. കൊമ്പ് ഒരുവിധമൊക്കെ ഭൂമിയിൽ നിന്ന് പറിച്ചെടുത്ത് പിന്നെയും ഭഗവാന്റെ നേർക്ക് തന്നെ ആന ഊട്ടി വരികയാണ്, പാഞ്ഞിങ്ങോട്ട് വരിക ഭഗവാന്റെ അടുത്തേക്ക്. തമാപതന്തമാസാദ്യ ഭഗവാൻ മധുസൂദന നിഗൃഹ്യ പാണിനാ ഹസ്തം പാതയാമാസ ഭൂതലേ. അങ്ങനെ അജ്ഞാന വീര്യ ശൗരാദികളുടെ ഉത്പത്തി സ്ഥാനമായ ഭഗവാൻ മധുവൈരി, അതാണ് മധുസൂദനൻ, തന്റെ നേർക്ക് പാഞ്ഞെത്തുന്ന ആനയുടെ സമീപത്തിൽ ചെന്ന് കൈകൊണ്ട് തുമ്പിക്കൈ അങ്ങോട്ട് പിടിച്ചു വലിച്ച് ഭൂമിയിലങ്ങോട്ട് വീഴ്ത്തി ആനെ. പതിതസ്യ പദാക്രമ്യ മൃഗേന്ദ്രൈവ ലീലയാ ദന്തമുൽപാട്യതേനേഭം ഹസ്തിപാംഷ്ടാഹനൽ ഹരി. ആനകളുടെ പ്രാണനെ അപഹരിക്കുന്ന സിംഹം എന്ന പോലെ മഹാബലപരാക്രമശാലിയായ ഭഗവാൻ ശ്രീഹരി ആ വീണ് കിടക്കുന്ന ആനയുടെ മസ്തകത്തില് തൻ്റെ ഒരു കാലുകൊണ്ട് ചവിട്ടി അങ്ങോട്ട് അമർത്തി. എന്നിട്ട് ആ രണ്ട് കൊമ്പ് അങ്ങോട്ട് പറിച്ചെടുത്തു. ഒരു കൊമ്പ് കൊണ്ട് തന്നെ ആനയും നല്ല അടി കൊടുത്തു, അതിന്റെ അടുത്ത് നിൽക്കുന്ന ആനക്കാരെയും നല്ല അടി ഒറ്റ കൊമ്പ് കൊണ്ട്. മറ്റേ കൊമ്പ് ഏട്ടന് കൊടുത്തു. മൃതകം ദ്വിപമുത്സൃജ്യ ദന്തപാണി സമാവിശൽ അംസന്യസ്ത വിഷാണോ ശൃംഗ് മദബിന്ദുഭിരംഗിത വിരൂഢസ്വേതകണികാവദനാം ഗുരുഹോ ബഭൗ. ആ ചത്തുപോയിട്ടുള്ള ആനയുടെ, അങ്ങനെ ആന അവിടെ ചത്തു വീണു. ആ ചത്തുപോയ ആനയുടെ ദേഹത്തെ അവിടെ തന്നെ ഇട്ട് ഇടത്തെ കൈ കൊണ്ട് പിടിച്ചിരിക്കുന്ന ആന കൊമ്പ് അങ്ങോട്ട് തോളില് വെച്ചു. അതിൽ നിന്നിങ്ങനെ ചോര ഒഴുകുണ്ട്, മദജലം ദേഹത്തിൽ ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. അങ്ങനെ വീരശ്രീമാനായിട്ട്, അതിന്റെ വീരശ്രീയുടെ നർത്തന സ്ഥാനമോ കണ്ടാൽ നമുക്കിങ്ങനെ പേടിയോ. ആ കുഞ്ഞ് ഉണ്ണി മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരു വീരശൂര പരാക്രമിയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ചോര ഒലിക്കണു, മതജലം ദേഹത്തിൽ ഒലിച്ചിരിക്കണു. എന്താ അല്ലേ അപ്പോഴത്തെ ഭഗവാന്റെ ഭാവം. നോക്കുന്നവർക്ക് അങ്ങനെ ഭയം ജനിപ്പിക്കത്തക്ക പരാക്രമത്തോടുകൂടി അങ്ങനെയാണ് ആ രംഗത്തിലേക്ക് അങ്ങനെ പ്രവേശിച്ചത്. ആ മുഖത്തിങ്ങനെ ഇതേവരെ കാണാത്തൊരു ഭാവമാണ് ഭഗവാന്റെ മുഖത്ത് ആ സമയത്തുള്ളത്. യുദ്ധം കൊണ്ട് സഞ്ചാരം കൊണ്ട് ഉത്ഭവിച്ച വേർപ്പുതുള്ളികള് താമരതളത്തില് വെള്ളത്തുള്ളികൾ എന്ന പോലെ മൃദുല സുന്ദരമുഖത്തിൽ അങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ വീരരസസ്വരൂപനായ ഈ ഭഗവാനെ ധ്യാനിക്കുന്നവരെ യമൻ കൂടി ഭയപ്പെടും. അങ്ങനെ ഭഗവാനെ, ഈ വീരസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ധ്യാനിച്ചാൽ ഭയം എന്നുള്ളത് ഉണ്ടാവില്ല. വൃതൗ ഗോപൈ കതിപയൈ ബലദേവജനാർദ്ദനൗ രംഗം വിവിശതൂ രാജൻ ഗജദന്തവരായുധൗ. ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞു, ഹേ മഹാരാജാവേ, ഒരു കൊമ്പ് ബലരാമനും മറ്റൊന്ന് ശ്രീകൃഷ്ണനും കൈകൾ കൊണ്ട് പിടിച്ച് തോളിൽ വെച്ചുകൊണ്ട് രംഗത്തിൽ പ്രവേശിച്ച അവരെ കണ്ടപ്പോ ആ വീരശൂര പരാക്രമികൾ രണ്ടുപേരും ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു രൂപത്തിലാണ് അവർ ആ രംഗത്തിലേക്ക് പ്രവേശിച്ചത്. ശ്രീ ശുഖബ്രഹ്മർഷി പറയണു, ഹേ രാജാവേ, ഇങ്ങനെ ആ രണ്ട് കൊമ്പുകൾ, ആനക്കൊമ്പ് ചോരയൊലിക്കണത് കൊമ്പ് ഇങ്ങനെ തോളിൽ വെച്ചുകൊണ്ട് അങ്ങനെ വരണ കണ്ടാൽ അത് തന്നെയാണ് എൻ്റെ ആയുധം എന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്ക വിധത്തില് ഇതാണ് ഞങ്ങളുടെ ആയുധം എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഭഗവാൻ. അങ്ങനെ ഇവരുടെ ഈ രംഗപ്രവേശം മനസ്സുകൊണ്ട് കണ്ട് ആ രൂപം മനസ്സിലിങ്ങനെ ചിന്തിച്ച് ആനന്ദിക്കേണ്ടതാണ് എന്ന് പറയണു. ഈ രൂപത്തെ ധ്യാനിക്കുന്നവർക്ക് ശത്രുഭയം ഉണ്ടാകുന്നതല്ല. അങ്ങനെയുള്ള സുന്ദര രൂപം അല്ലെ ഭഗവാന്റെ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ
ഗോവിന്ദ.